ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഫി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പൂരിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ഗോതമ്പ് പൊടിയോ മൈദ വെച്ചിട്ടല്ല ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇതിലൊട്ടും എണ്ണ കുടിക്കില്ല, അതുപോലെ പെട്ടെന്ന് ചുങ്ങി പോവില്ല, നല്ല ക്രിസ്പായിട്ട് തന്നെ ഉണ്ടാവും. കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയല്ല, അതിന് പകരം റവയാണ്. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റവ. അപ്പോൾ ഒരു 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. റവ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. റവയിൽ നല്ല തരികളുള്ളതുകൊണ്ട് ആദ്യം നമ്മളത് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം കുഴച്ചെടുക്കുമ്പോഴാണ് പൂരിക്കുള്ള മാവ് നമുക്ക് നല്ല മയത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ റവ പൊടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ. എന്നാലും മാക്സിമം നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആദ്യം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ ഓയിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ചൂടുവെള്ളം അല്ല കേട്ടോ, സാധാരണ വെള്ളം തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് കുഴയ്ക്കുമ്പോൾ നമ്മൾ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. പൂരിയുടെ മാവ് എന്ന് പറയുമ്പോൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ടാണ് വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ റവ വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് കുറച്ച് സമയം മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതിലെ വെള്ളമൊക്കെ റവ നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും ആ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ടാവും. അതായത് പൂരിയുടെ മാവ് പോലെ കുറച്ചൊന്ന് ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മളെടുക്കുന്ന റവയ്ക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അത് നോക്കിയിട്ട് വെള്ളം ചേർക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ കുറച്ച് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂർ ആകുമ്പോഴേക്കും ആ റവ നന്നായി കുതിർന്ന് മാവ് ഇതുപോലെ നല്ല കറക്റ്റ് പരിവായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാം. ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്ന മാവും ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. അത്രയും മാവ് വെച്ചിട്ട് നമ്മളൊരു 20 എണ്ണമാണ് കേട്ടോ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം മാവിൽ കുറച്ച് എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് മതി, മാവൊന്ന് പരത്തിയെടുക്കാൻ പാകത്തിന് മാത്രം. എന്നിട്ട് മാവിൻ്റെ മറ്റേ സൈഡിലും ആ എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു ചപ്പാത്തി കോല് വെച്ചിട്ട് ഒരു മീഡിയം തിക്നെസ്സോട് കൂടിയിട്ട് പരത്തിയെടുക്കുക. മാവിന് കട്ടി കൂടി കഴിഞ്ഞാൽ പൂരി ഹാർഡായി പോവും. അതുപോലെ തന്നെ കട്ടി കുറഞ്ഞാലും പൂരി ശരിയായി കിട്ടില്ല. ഫ്രൈ ചെയ്യണ സമയത്ത് കറക്റ്റായിട്ട് അങ്ങോട്ട് പൊങ്ങി വരില്ല, അതിന് മുൻപ് അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം തിക്നെസ്സോട് കൂടിയിട്ട് പരത്തിയെടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നായിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും എണ്ണയുടെ ചൂട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് പൂരി ഇതുപോലെ നന്നായിട്ട് മേലേക്ക് പൊങ്ങി വരിക. പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടാലും പിന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആ ഭാഗവും ഫ്രൈ ആയി വരും. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇനി അടുത്ത പൂരി ഉണ്ടാക്കുമ്പോഴും എണ്ണയുടെ ചൂട് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പൂരി ഉണ്ടാക്കിയപ്പോൾ എണ്ണയുടെ ആ ചൂടൊന്ന് ബാലൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു പൂരിയിൽ അങ്ങനെ എണ്ണയൊന്നും കുടിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ പെർഫെക്റ്റായിട്ട് ഇതുപോലെ നല്ല പഫി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോവില്ല, അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ അത് കഴിക്കാനും അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്ന പൂരി പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഏത് കറികളുടെ കൂടെയും കഴിക്കാം. പിന്നെ ഈ പുറം ഭാഗം ക്രിസ്പി ആയിട്ടാണുള്ളത്, അതുപോലെ തന്നെ ഉള്ളിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ റവ വെച്ചിട്ടുള്ള ഈ ഒരു പൂരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്